എടുക്കണണ്ടാ, ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. എൻ്റെ മോനെ നോക്കണ്ട. അയ്യോ, ഇതെങ്ങനെ നോക്കണേ? മാഷാ അല്ലാ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഷാബിയയിലാണ്. നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഇപ്പോൾ ഒരു 8:30 മണി ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴും 6 മണി അല്ലെങ്കിൽ 5:30 മണിൻ്റെ ഒരു ഫീലാണുള്ളത്. ഷാബിയ 10ൻ്റെ സിഗ്നലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഷാബിയ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സ്കൂൾ കഴിഞ്ഞ് വരികയാണ്. നല്ല മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അപ്പോൾ മഴനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൗസ് ഡ്രൈവർമാർക്ക് പണിയാണ് കേട്ടോ. കാരണം മഴ ചാറിക്കഴിഞ്ഞാൽ വണ്ടിയെല്ലാം കച്ചറാവും. കൈക വണ്ടികൾ തന്നെ വീണ്ടും കൈകേണ്ടി വരും. വണ്ടി കൈകി കഴിഞ്ഞാൽ പിന്നെ റോട്ടുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യും, അല്ലെങ്കിൽ റോട്ടിലുള്ള ചളി കയറും, വീണ്ടും കൈകേണ്ടി വരും. ഈ മഴൻ്റെ സീസൺ കഴിയുന്നത് വരെ പണി തന്നെയാണ്. ഓക്കെ, എന്തായാലും ഞാനൊരു അബുദാബിയിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ അറിയപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അൽബത്തബയിലുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ പോയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ അടുത്ത മാർച്ച് ഏപ്രിൽ വരെയാണ് ഫെസ്റ്റിവൽ ഉണ്ടാവല്. ഈ തണുപ്പിൻ്റെ സീസണിലാണ്. അത് കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാവില്ല. എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ മാഡം അവരുടെ കുട്ടികളായിട്ടാണ് അവിടെ പോയത്. അവരായിട്ട് പോയി പിന്നെ അവിടെ ഇറക്കിയപ്പോൾ എനിക്കൊരു ടിക്കറ്റും 50 ദിറംസും തന്ന്. 50 ദിറംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും ഉള്ളിൽ നിന്ന് കഴിച്ചോ. കാരണം വൈകുന്നേരം ഒരു 4:30 to 5 അടിയിലാണ് നമ്മളവിടെ പോയത്. പക്ഷേ ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് ശേഷം പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ പോയി. എനിക്ക് അവിടെ നിന്ന് ഒരു ടിക്കറ്റും പിന്നെ മറ്റേ അനിമൽസ് ഉണ്ട്, അതിൽ കയറാനൊരു ടിക്കറ്റും, പിന്നെ നമുക്ക് കിട്ടിയത് എന്താ പറയുക 50 ദിറംസും കിട്ടി ഫുഡിനുള്ള. ഇതേ ഫുഡ് കഴിച്ചോ, ഏകദേശം 10-10:30 ഇവിടുന്ന് പോകണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അങ്ങനെ അതും തന്ന് ഞാൻ ആ ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത്. സ്വാഭാവികമായിട്ടും ഇവർക്കൊരു ഇൻവിറ്റേഷൻ വന്നിരുന്നു, VIP ഇൻവിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ VIP പാർക്കിങ്ങിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ VIP പാർക്കിങ്ങിൽ തന്നെ പാർക്കിംഗ് കിട്ടി. പിന്നെ ടിക്കറ്റ് ആണെങ്കിലും മറ്റുള്ളതൊക്കെ VIP പാസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ സിമ്പിളായിരുന്നു. എവിടെയും പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് ഒക്കെ ബാർകോഡാണ് പഞ്ച് ചെയ്യുക, കയറുക എന്നുള്ളതായിരുന്നു. എന്തായാലും ഒരുപാട് ഞാൻ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ഫാമിലികളുണ്ട്. ഒരുപാട് പിന്നെ മലയാളികളായിട്ടുള്ള നമ്മളെ ഫാമിലികൾ, ഒരുപാട് ആളുകൾ അറിയാത്തൊരു ഇതാണ്. കാരണം ഇതൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ചെറിയ ടിക്കറ്റ് എന്തോ വരുന്നുള്ളൂ, 10-20ൻ്റെ അടിയിൽ എന്തോ ഒരു ടിക്കറ്റാണ് വരുന്നത്. എന്തായാലും ഈ ഏപ്രിലിൻ്റെ അടിയിലൊക്കെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വെറുതെ എവിടെയൊക്കെ ഒന്ന് കറങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കോ. വൈകുന്നേരമൊക്കെ പോയാൽ മതി, അടിപൊളിയാണ്. എന്തായാലും നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നേരെ അടിപൊളിയായിട്ട് അതിമനോഹരമായിട്ട് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കച്ചവടക്കാർ, ബലൂൺ ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. വേഷം കെട്ടിയിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന അങ്ങനെ കുറേ ആളുകളെ കാണാൻ പറ്റും. വഴിയോരങ്ങളിലൂടെ പിന്നെ പവലേൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ. അപ്പം ഈവൻ അബുദാബിൻ്റെ അല്ലെങ്കിൽ ഇവിടെ GCCൻ്റെ കൾച്ചർ കാണിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രോഗ്രാമുകൾ, കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തായിട്ട് തന്നെ വഴിയോര കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പഴയകാല. അപ്പം ഞാനവിടെ കയറി ചെന്നേക്ക് എന്നെ കണ്ടത് ഇവർ അറബികളുടെ പഴയകാല രീതിയിലുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ ഒക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ അറബ് രാജ്യത്തിൻ്റെ പല കൗതുകകരമായ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. ഓരോ പവലൈൻ്റെ ഉള്ളിലും അവരുടേതായ രാജ്യങ്ങളിലെ ഡ്രസ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ പ്രത്യേകം ഒരു കൗതുകമായൊരു കാഴ്ച തോന്നിയത്, അത്രയും വലുപ്പമുള്ളൊരു ജഗ്ഗല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ജ്യൂസൊക്കെ നിറച്ച് വെക്കുന്നത്. നിങ്ങൾ ആള് ഡ്രസ്സ് ചെയ്ത് അത് തോളിലിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ അതിനെന്താന്ന് പറഞ്ഞ് ആൾ നിന്ന് എനിക്കൊരു ജ്യൂസ്, ചെറിയൊരു കപ്പിലൊരു ജ്യൂസും തന്ന്
ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ ഒരു ബെഞ്ചിലിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് കുറച്ചു നേരം. അതിനുശേഷം വീണ്ടും ഞാൻ നടക്കാൻ തുടങ്ങി. നടന്ന് ഒരുപാട് പവലൈൻ്റെ മുമ്പിൽ അതുപോലത്തെ ഓരോ പവലൈൻ്റെ അവരുടെ രാജ്യങ്ങളിലെ ഓരോരോ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ട് അതൊക്കെ കണ്ടിങ്ങനെ നടന്ന് ലാസ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ഇപ്പോൾ ആഫ്രിക്കൻ്റെ പവലൈനുണ്ട്. അവരുടെ രാജ്യത്തിൻ്റെ രീതിയിലുള്ള അവർ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം, ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുമ്പിലോട്ട് പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ അവിടെ കച്ചവടം ചെയ്യുന്നത് കണ്ട് ഒറിജിനൽ ഹെലികോപ്റ്റർ കൊടുന്ന് നിർത്തിയിട്ട്, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയതായിരിക്കാം, അതവിടെ കൊടുന്ന് നിർത്തിയിട്ട് അതിൽ കച്ചവടം ചെയ്യുന്നുണ്ട്, ഹോട്ടലാക്കി മാറ്റിയിട്ട്. പിന്നെ മുമ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചൈനൻ്റെ ഒരു ഫുഡ് കോർട്ട്, ചൈനൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അവരുടെ പവലൈനുള്ളിൽ അത് നടക്കുന്നുണ്ട്. മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ബോട്ട് പോലെ നിർത്തിയിട്ട് കച്ചവടക്കാരുണ്ട്. അത് രാത്രിയിലാകുമ്പോൾ ഒന്നും കൂടി മനോഹരമാണ് കാണാനായിട്ട്. അവിടുന്ന് നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ്റെ പവലൈനുണ്ട്, ഈജിപ്തിൻ്റെ പവലൈനുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ പവലൈനുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ ഡ്രസ്സുകൾ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ചൈനൻ്റെ അപ്പുറത്തായിട്ട് മറ്റ് പവലൈനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ്, ഏതെല്ലാം ഐറ്റംസ് ഉണ്ടോ എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും, എങ്കിലും ഓവർ എക്സ്പെൻസീവ് അല്ല, എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അൽബൈക്ക് ഉണ്ടായിരുന്നു. അൽബൈക്ക് നിന്നാണ് ഞാൻ ആ ഒരു ടൈമായപ്പോൾ, ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പുറത്തുള്ള അതേ ഏകദേശം റേറ്റ് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും അൽബൈക്കിൽ എനിക്ക് തോന്നിയില്ല. പക്ഷേ എങ്കിൽ അൽബൈക്കിൽ ഞാൻ ഒരു മീൽ വാങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഒരുപാട് നടന്ന് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ രാത്രി ആവും തോറും ആ തെരുവുകൾ ഭയങ്കര മനോഹരമായി, ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങി. ലൈറ്റുകളൊക്കെ അവിടെയുള്ള ആ വലിയ ടവറൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വെള്ളം തുള്ളിക്കളിക്കുന്നതിനനുസരിച്ച് അതിന് ലൈറ്റ് കൊടുത്തിട്ട് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഏകദേശം നല്ലൊരു ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ വരുന്നത് എൻ്റെ മാഡത്തിൻ്റെ ഉമ്മാൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ അവരുടെ അനിയത്തിൻ്റെ ഡ്രൈവറും കൂടെ അവിടെ വന്ന്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം അവരെയും കൊണ്ടുപോയി കാണിച്ചു. ചില കാണാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അവർ വന്നതിന് ശേഷം നമ്മൾ നേരെ അനിമൽസിൻ്റെ ഇതിലേക്ക് കയറി. സ്വാഭാവികമായിട്ടും എനിക്ക് തന്നതുപോലെ തന്നെ 1-2 ടിക്കറ്റുകൾ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ അനിമൽസിൻ്റെ ഇതിലേക്ക് കയറി. അതിനകത്തേക്ക് കയറിയപ്പോഴാണ് നമ്മൾ കാണാത്ത തരത്തിലുള്ള പല അനിമൽസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റി, നമ്മൾ അടുത്ത് നിന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് അനിമൽസ്, മൃഗങ്ങളായിട്ട് പല എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല, അത്രത്തോളം നമുക്കവിടെ കാണാനുണ്ട്. സ്നാക്കായിട്ടും ടൈഗറായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് അതിന് തെരുവുകളിലൂടെ നടന്ന് പല സാധനങ്ങളും അന്വേഷിച്ച് നടന്ന് പല സാധനങ്ങളും എടുത്തു നോക്കി അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ പോകുന്നത് ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. തീർച്ചയായിട്ടും നിങ്ങളും പോവുക. അൽവത്തബയിലാണുള്ളത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. നിങ്ങളെന്ത് ചെയ്യുക, പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. അബുദാബിയിലെ എല്ലാ സംഭവങ്ങളും ഓപ്പൺ ആവുന്നത് ഈ തണുപ്പ് സീസണ് കഴിയുന്നതോടുകൂടി എല്ലാം തീരും ചെയ്യും. ആ ഒരു മുമ്പായിട്ട് എല്ലാവരും അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ്. ഫാമിലി ആയിട്ട് വിസിറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിന്നിക്കോ. അടിപൊളിയാണ്. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ,
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. നല്ല മഴയാണ്, പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഗ്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് ഇതാ ഷംസയിലാണ്. ഷംസയിൽ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിയിട്ട് നമ്മുടെ ഫിൽറ്ററിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം. അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.